അമ്മയോട് നിങ്ങൾ ആരാണെന്ന് പറയണം. നല്ല പെണ്ണുണ്ടെങ്കിൽ പറയണമെന്ന് വേണ്ടപ്പെട്ട ഒരാളോട് അമ്മ പറഞ്ഞിരുന്നു. അതുകൊണ്ട് വന്നതാ. പെണ്ണോ? അതെ. ഇവിടുത്തെ ചെറുക്കനാണോ? അതെ. അർജന്റാ, ഇരിക്കൂ. ഇണയവിടെ തുണയവിടെ സിന്ദൂരക്കുഴിയോരം നനഞ്ഞൊഴുകും. അവസരം പാടാതെ. പുറത്ത് അപശകനും ബ്രോക്കർ രൂപത്തിൽ വന്ന് നിൽക്കുന്നു. എന്തായി പറയുന്നത്? അമ്മ പറഞ്ഞിട്ട് അയാൾ ഏതോ ഒരു പെണ്ണിന്റെ ജാതകം കൊണ്ട് വന്നിരിക്കുന്നു. മിഴിയോരം എന്റെ പൊന്നനിയത്തിയല്ലേ, എങ്ങനെങ്കിലും ഒന്ന് അയാളെ പറഞ്ഞയക്കുക. ഇന്ന് അയക്കാം, നാളെ എന്ത് ചെയ്യും? അയാൾ ഈ ഭാഗത്തേക്ക് എത്തി നോക്കാതിരിക്കാൻ ഞാനൊരു പണി ചെയ്യാം. എന്താ? ചേട്ടൻ അമ്മയെ ബ്ലോക്ക് ചെയ്യണം, ഞാൻ അയാളെ ബ്ലോക്ക് ചെയ്യാം. എന്താ? ആദ്യം ചെറുക്കനെ കാണൂ, ബാക്കി കാര്യങ്ങൾ അമ്മയോട് സംസാരിക്കും. പെണ്ണിന് വയസ്സ് എത്രയാന്നാ പറഞ്ഞത്? 18. 18ഓ? വയസ്സാണ് അല്പം. അത് സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ശങ്കുമാമ നമസ്കാരം. നമസ്കാരം. ഇതാരാ? ഇതാ ചെറുക്കൻ. ഇതാണോ ചെറുക്കൻ? ഇതുവരെ കല്യാണം ചെയ്തിട്ടില്ല. പ്യൂർ വെജിറ്റേറിയൻ മാതിരി, പ്യൂർ ബ്രഹ്മചാരി. വിശ്വസിച്ച് പെണ്ണു കൊടുക്കാം. ഇങ്ങേർക്ക് 18 വയസ്സുള്ള പെണ്ണോ? എന്താണ് ഇവൻ പറയണത്? മാമ, 18 വയസ്സുള്ള ഒരു പെണ്ണുണ്ട്. ചെറുക്കന്റെ വയസ്സവർക്ക് പ്രശ്നമല്ല. മാമന് ഇഷ്ടമാണെങ്കിൽ ചിങ്ങത്തി കല്യാണം. യെസ് ആർ നോ? 18 വയസ്സുള്ള പെണ്ണ് എനിക്കോ? എനിക്കാണോ? എനിക്ക് കാശ് കിട്ടുന്നവർ എന്ത് മോഗ്രത്തിനോ ചെയ്യാം. ഏത് പെണ്ണിനെ ആരുടെയും തലയെ കെട്ടി വെക്കാം. അവന്റെ ഇരിങ്ങാലക്കുടയും കളമക്കുറി നിന്റെ കണ്ണി തോന്നിരിക്കുന്നല്ലോ. കള്ളു കുടിച്ചിട്ടുണ്ടോ? ഇനി വഴിക്കം കണ്ടാലല്ലോ അടിച്ച് നിന്റെ ഹബ്ബി ആനൽക്കും. പോടാ. എടീ, ഇതെല്ലാം നിന്റെ പണിയാണല്ലേ? എനിക്ക് പെണ്ണന്വേഷിക്കുന്നു, അതും 18 വയസ്സുള്ള പെണ്ണ്. ഇതിനെ കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? തോളത്തിട്ട് താരാട്ടാണ്. പാർവതി, പാർവതി, നിന്റെ മോള് കാണിച്ച പണി കണ്ടോ? എനിക്ക് 18 വയസ്സുള്ള ഒരു പെണ്ണിനെ അന്വേഷിക്കാൻ ഒരു കിളവനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കും. എന്താണാടി മാമനോട് കളിക്കുന്നത്? അമ്മേ, മാമൻ സമയത്ത് കല്യാണം ചെയ്തില്ല. ഇനിയെങ്കിലും ചെയ്തില്ലെങ്കിൽ വയസ്സാകുമ്പോൾ കഷ്ടപ്പെടും. ശരി, സമ്മതിച്ചു. നിന്റെ ആജ്ഞപ്രകാരം 18 വയസ്സുള്ള പെണ്ണിനെ ഞാൻ കെട്ടിക്കൊള്ളാം. പക്ഷെ നിനക്കൊരു ചെറുക്കനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. 61 വയസ്സുള്ള റിട്ടയർഡ് വില്ലേജ് ഓഫീസർ. ഇത് കണ്ടോ അമ്മേ?